ആ ഒരു ശരണം. അപ്പോൾ വീഡിയോ തുടരുകയാണ്. 5ാമത്തെ വീഡിയോയാണ് ഇത് കണ്ട ചെങ്കം കൊളൂർ എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. മുകളിൽ എന്തോ റോക്കറ്റ് പോയ പോലെ എന്തോ ഇത് കാണുന്നുണ്ട്. മുകളിൽ ആ ഒരു ഇത് കണ്ട അവര് ഇത് കാണുന്നുണ്ടോ? മുകളിൽ ഒരു വര കാണുന്നുണ്ടോ? റോക്കറ്റ് പോയ പോലെ എന്തോ ഒരു വരയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ നടന്നു വന്നത്. ഒരു 5 മിനിറ്റ് നേരം നടക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇനി നമ്മൾ അഗ്നിലിംഗത്തിലേക്കാണ് പോകുന്നത്. ഇത് നമ്മുടെ ശ്രീമതി ഗായത്രിജി. ഹായ് സംഘം. ഹായ്. ഇങ്ങനെ നടക്കുകയാണ്. കണ്ട റോങ് സൈഡിൽ കൂടി പോയിട്ട് ഹോൺ അടിക്കും. അതാണ് പരിപാടി ഇവിടെ. റോങ് സൈഡിൽ കൂടി പോവുക. എന്നിട്ട് ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അകത്തേക്ക് പോകാൻ പല റെസ്ട്രിക്ഷനാണ്. റോഡ് പല റെസ്ട്രിക്ഷൻ ഉണ്ട്. 2 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ വണ്ടിയെല്ലാം എന്ന് കണ്ടാൽ ഇവിടെ തടയും. ചില വഴികളിലൂടെ വിടുകയില്ല. ഞങ്ങൾക്ക് അനുഭവമുണ്ട്. പിന്നെ ഷോർട്ട് ഇവിടെയൊക്കെ വന്നു. ഗിരിവലപ്പാതയിൽ നിന്നാണ് കാണുന്നത്. നമ്മൾ അഗ്നിലിംഗത്തിൽ എത്തിയിട്ടില്ല കേട്ടോ. അതൊരു വഴി കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നടന്നു വന്നത്. അപ്പോൾ മലയുടെ ഒരു ഭാഗം അവിടെ കാണുന്നു. ഓട്ടോറിക്ഷ ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഒരു മതിപ്പ് വില പറയും. കിലോമീറ്ററിന് 50 രൂപ, ചിലപ്പോൾ 100 രൂപയൊക്കെ ആവും. ചിലർ വളരെ നല്ല ഇതാണ് കേട്ടോ. പാവു മില്ല്, അരയ്ക്കുന്ന മില്ല്, തേപ്പ്. ഇത് വൈബാണ്. ഓരോരുത്തരും അവരവരുടെ ജീവിത വൃത്തിയിൽ ഏർപ്പെടുന്നു. നമ്മൾ തീർത്ഥാടനത്തിൽ ഏർപ്പെടുന്നു. ഇവിടെ വരുന്ന തീർത്ഥാടകർ അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് സ്വരുക്കൂട്ടിയിട്ട് ആ തീർത്ഥാടനത്തിൽ നിന്നുള്ള പങ്കുകൊണ്ട് ഇവിടെ കുറേയധികം കുടുംബങ്ങൾ ജീവിക്കുന്നു. അതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ മെച്ചവത. ഒരു ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് പല നഗരങ്ങളും വികസിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കിയാൽ അറിയാം. പല നഗരങ്ങളും വികസിച്ചതിൻ്റെ പുറകിൽ ഒരു ക്ഷേത്രം കാണും. ഏത് സ്ഥലമാണെങ്കിലും. ഇപ്പോൾ എറണാകുളത്തപ്പൻ, തൃശ്ശൂർ വടക്കുന്നാഥൻ, എല്ലായിടത്തും. ഇപ്പോൾ ആലപ്പുഴ നോക്കിയാലും മുല്ലയ്ക്കൽ രാജരാജേശ്വരി, കുറേയധികം ക്ഷേത്രങ്ങളോ കൊട്ടാരങ്ങളോ. എങ്കിലും കൊട്ടാരങ്ങൾക്ക് അനുബന്ധമായി ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. ഇത് മലയുടെ ഒരു ഭാഗമാണ് കാണുന്നത് കേട്ടോ. മലയുടെ ഒരു ഭാഗമാണ്. തെക്ക് വശത്ത് ഉള്ള ഒരു രീതിയാണ് അത് കാണുന്നത്. നടക്കുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. ശരിക്കും അപ്പുറത്തേക്ക് പോകണം. എന്തുകൊണ്ട് ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ വെയിലിൻ്റെ ഇത് വെച്ചാൽ ഇത് ശരിക്ക് സൂക്ഷ്മ ശരീരികൾ നടക്കുന്ന സ്ഥലമാണ് ഈ ഭാഗം. പക്ഷേ ഇങ്ങനെ കൂടി തൽക്കാലം അവരുടെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് നടക്കുകയാണ്. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ് നടക്കേണ്ടത്. ഇവിടെ അഗ്നിതീർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ അഗ്നിതീർത്ഥം. പക്ഷേ ഇത് അടച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ സംസ്കാരം കണ്ടല്ല. വീഡിയോ എടുക്കുന്ന അദ്ദേഹത്തിന് പിടിക്കുന്നില്ല. ഫോട്ടോയുടെ നമ്പർ പോടാ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചെലവിൽ എടുക്കുന്ന പോലെയാണ്. അഗ്നിതീർത്ഥ മണ്ഡപം ഭയങ്കര സംസാരമാണ്. ഏതായാലും എൻ്റെ കുറച്ച് ഇത് അതിലൂടെ പോയി. കാർമ്മികം അദ്ദേഹം ഏറ്റെടുത്തു. അതാണ് സന്തോഷം. കയ്യിൽ സിഗരറ്റ് ഉണ്ട്. ഇവിടെ സിഗരറ്റ് പബ്ലിക്കലി വലിക്കും കേട്ടോ. അതൊരു ഇതുണ്ട്. ഇങ്ങനെ പറയുമ്പോഴൊക്കെ നമ്മൾ സന്തോഷത്തോടെ ഇത് ചെയ്യണം. നമ്മുടെ കുറേ കാർമ്മികം ചോദിച്ച് വാങ്ങിക്കണം. നമ്മളോട് സംസാരിച്ചില്ലെങ്കിലും നമ്മൾ നടക്കുന്നത് കണ്ടിട്ട് ഇവർ ചോദിക്കും. ഗിരിവലം ഓട്ടോറിക്ഷയിലൂടെ ചെയ്യാമെന്ന് പറയും. നടക്കുന്നതെന്ന് പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര ഇതാണ്. കാര്യം അവരുടെ വരുമാന മാർഗ്ഗമാണ്. നമുക്കൊന്നും ആരെയും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷേ സംസാരിക്കുന്നത് പിന്നെ ഓരോരുത്തരുടെ കാർമ്മികം. എന്തോ ഒരു കാർമ്മികം ഇവിടുത്തെ ഏതോ ജന്മത്തിലേ ഉണ്ടായിരുന്നു. അത് അവിടുത്തെ. ഇതിപ്പോൾ ബാംഗ്ലൂർ, കൊകനേക്കൽ, ചെങ്കം, കൃഷ്ണഗിരി മലയുടെ ഭാഗമാണ്. ഇപ്പോൾ ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. കുറേ സാമാർ നടക്കുന്നുണ്ട്. മിക്കവരും കൈ നീട്ടും. ചിലർ കൈ നീട്ടുകയില്ല. അവർ ഇരിക്കും. ഒരു ഇത് പാത്രമായിട്ട് ഇരിക്കും. കൊടുത്താലും ഓക്കെ, കൊടുത്തില്ലെങ്കിലും ഒന്നും മിണ്ടുകയില്ല. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അഗ്നിതീർത്ഥത്തിലേക്ക് നടക്കുകയാണ്.
അഗ്നിലിംഗം 12.2 കിലോമീറ്റർ. അഗ്നിലിംഗം റൈറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അഗ്നിലിംഗത്തിലേക്ക് ഇങ്ങനെ നടക്കണം. ഇതൊരു അഗ്നിലിംഗത്തിലേക്ക് പോണ പോക്കറ്റ് റോഡാണ്. മെയിൻ റോഡിൽ നിന്ന് അകത്തേക്ക് മാറിയാണ് അഗ്നിലിംഗം കേട്ടോ. അപ്പം അങ്ങോട്ടേക്ക് നടക്കുന്നു. അവിടെ എത്തുമ്പോൾ മൊബൈൽ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ആകുന്നു. ഇത് 5ാമത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു. അഗ്നിലിംഗം ആകുന്നു എന്ന് പറഞ്ഞാൽ തെക്ക് കിഴക്കേ മൂലയാണ് അഗ്നിലിംഗം. അശോകൻ ആർട്ട് ഗാലറി. ഇത് മലയുടെ തെക്ക് ഭാഗം ഇവിടെ കാണുന്നു കേട്ടോ. ഇവിടെ നമ്മുടെ ഭാരതം ഇതനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഒരച്ചടക്കമില്ലാത്ത ഇതാണ്. വരുന്ന തീർത്ഥാടകർ, അത് ക്ഷേത്ര ജീവനക്കാരാകട്ടെ മറ്റുള്ളവർ, തീർത്ഥാടകർ ഇത് വെച്ച് വരുന്ന കൊണ്ട് ഉപജീവനം നടത്തുന്നവരാണെങ്കിലും വളരെ തീർത്ഥാടകരൊക്കെ ആർമിക എടുക്കുന്ന രീതിയിലാണ് പെരുമാറുന്നത്. ഇന്നാണെങ്കിൽ അമ്പലത്തിൻ്റെ അകത്ത് ഇറങ്ങുന്നിടത്ത് പ്രായമുള്ള ആൾക്കാരുടെ അടുത്ത് അവിടെ നിന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ, യൂണിഫോം അല്ല, അദ്ദേഹം ചൂടാകുന്നതുണ്ട്. അത് മലയുടെ ഒരു ഭാഗമാണ്. ഇത് അഗ്നിലിംഗമാണ് കേട്ടോ. ഇവിടെ തൽക്കാലം ഇത് ഓഫ് ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.